ഹലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. 3 ദിവസം 4 ദിവസം ഇരുന്നാലും ഒരനക്കം പറ്റാത്തൊരു മീൻകറിയാണ് ഇത്. അപ്പോൾ ആദ്യം ചട്ടി വയ്ക്കുക, അതിനകത്തേക്ക് ഓയിലൊഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞതിട്ട് വഴട്ടിയെടുക്കുക. അത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുത്ത് ചെറു ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഇതുപോലെ നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഉള്ളിയൊക്കെ വഴന്നു വന്ന് കഴിയുമ്പോൾ ഈ പേസ്റ്റ് അതിനകത്തേക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൊടികളെടുത്ത പാത്രം കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചു എന്ന് ഒഴിച്ചും കുഴപ്പമില്ല. നമുക്കതങ്ങനെ കഴുകി കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് ഇച്ചിരി ഒന്ന് ചിറ്റിച്ചൊഴിച്ചോ, കുഴപ്പമൊന്നും ഇല്ലെന്നേ. അങ്ങനെ അതൊക്കെ ചിറ്റിച്ചൊഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി അതിൻ്റെ എന്താ പറയുക, വെള്ളം വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റുന്നതിൻ്റെ കൂടെ അതിൻ്റെ എണ്ണയും തെളിഞ്ഞു വരും, കളറും മാറി വരും. അപ്പോൾ അതിനർത്ഥം പൊടിയൊക്കെ നല്ലോണം മൂത്തുന്ന. ഇങ്ങനെ മൂപ്പിക്കാതെയൊക്കെ നമ്മൾ മീൻകറി വെക്കുമ്പോഴാണ് കറിയൊക്കെ പെട്ടെന്ന് കേടുവരിക. പക്ഷെ അങ്ങനെ വെക്കാത്ത കറികൾ കൊള്ളില്ല എന്ന് ഞാൻ പറയണില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മീൻ വേവാനും നമുക്ക് ചാറിനും ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ പുളിയും ഉപ്പും ഇട്ട് തിളച്ച് വരുമ്പോൾ ഇത് ചൂരമീനാണ്, ഏത് മീൻ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പം മീനും ഇട്ട് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് പോലെ തോന്നി, അതാ ഞാൻ പിന്നെ ഇട്ടെ. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് വേവിക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്നൊന്നും കേടുവരില്ല. നല്ലൊരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇച്ചിരി കളറുള്ള മുളക് പൊടി എടുത്തോണേ. എൻ്റെ മുളക് പൊടിക്ക് ഇച്ചിരി കളർ കുറവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും